ജൂൺ ജൂലൈ മാസം അഹാനകൃഷ്ണയ്ക്ക് അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. ഇപ്പം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നല്ലപോലെ എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരത്തി. ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ ഒരു ഒരു ഒക്കേഷൻ എന്ന് പറയുന്നത് ദിയാകൃഷ്ണയുടെ മോൻ്റെ ബർത്ത്ഡേ പാർട്ടി സർപ്രൈസ് ആയിട്ട് ദിയാകൃഷ്ണയുടെ മാത്രം ഫാമിലി, അതായത് അശ്വിൻ്റെ ഫാമിലി ഇല്ല, ദിയാകൃഷ്ണയുടെ മാത്രം ക്ലോസ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫാമിലി മെമ്പേഴ്സ് മാത്രം സർപ്രൈസ്ഡ് ആയിട്ട് ഒരുക്കിയ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്. അപ്പം ദിയാകൃഷ്ണയുടെ ഫാമിലിയിൽ വർഷങ്ങളായിട്ട് ഈ അപ്പച്ചി എന്ന് പറയുന്നൊരു ഈ സ്ത്രീ ഉണ്ട്. അത് അവരുടെ സെർവൻ്റ് ആണോ, അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ ഒരു രീതികളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ അപ്പിയറൻസ് കാണുമ്പം സെർവൻ്റ് എന്ന രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം ആരാണ് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പച്ചി എന്നാണ് ഇവർ വിളിക്കുന്നത്. 10-30 വർഷമായിട്ടുണ്ട്. അപ്പം ഈ ഒരു പുള്ളിക്കാരത്തി ഈ ബർത്ത്ഡേ പാർട്ടിയിൽ, അപ്പോൾ ഇത്ര ക്ലോസ് മെമ്പേഴ്സ് ഉള്ള ഒരു ബർത്ത്ഡേ പാർട്ടി ആയതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരത്തി ഫാമിലിയിലുള്ളതാണെന്നുള്ള രീതിയിൽ ഇവർ ഈ പുള്ളിക്കാരത്തി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തിയെ നൈസായിട്ട് അഹാനകൃഷ്ണ ആ ഒരു ഫ്രെയിമിൽ നിന്ന് അങ്ങോട്ട് ഒഴിവാക്കുന്ന ആ ഒരു വിഷ്വൽസാണ് ആ ഒരു ഇതിനകത്ത് കണ്ടത്. ഓക്കെ, നമുക്കപ്പോൾ വേണമെങ്കിൽ പറയാം ഇതൊരു ഫസ്റ്റ് ഫാമിലി മെമ്പേഴ്സ് മാത്രം അല്ലെങ്കിൽ അവരുടെ ക്ലോസ് ഫാമിലി സർക്കിളുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിബ്ലിങ്സ്, അച്ഛൻ, അമ്മ, അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു സെലിബ്രേഷനാണ്. അപ്പോൾ അപ്പച്ചി അതിനകത്ത് വേണ്ട എന്ന് വേണമെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇത്രയും പേര് മാത്രമേ അവിടെ ഉള്ളൂ, പിന്നെ ക്യാമറമാനാണ് ഉള്ളത്. അപ്പച്ചി മാത്രമാണ് പുറത്തുനിന്ന് ഒരാളായിട്ട് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അവർക്ക് അങ്ങനെ ഒരാളെ ഒരു ഫ്രെയിമിൽ നിർത്താൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പുള്ളിക്കാരത്തെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ആ ഒരു വ്യക്തി മാത്രം അവിടെ ഫ്രണ്ടിൽ പോയി ഇരിക്കുക, ഇവർ ബർത്ത്ഡേ ആഘോഷിക്കുക. അതൊരു മര്യാദകേടായിട്ട് ഇവർക്കാർക്കും ഫീൽ ചെയ്യുന്നില്ല. ഇവർക്ക് അപ്പച്ചിയോട് ഇറങ്ങിപ്പോണമെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിങ്ങനെ അടക്കി പിടിച്ച് അഹാനയും സിന്ധു ഇങ്ങനെ നിൽക്കുകയാണ്. എന്തോ അൻസിക അന്നേരം അപ്പച്ചി എന്ന അപ്പുറത്ത് നിൽക്കണ്ട, ഇവിടെ വന്ന് നിൽക്കുക എന്നുള്ള രീതിയിൽ അപ്പച്ചിയെ പിടിച്ച് ഇപ്പുറത്ത് നിർത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പച്ചിയോട് പറയണം, അപ്പച്ചി എന്നാൽ ഫ്രണ്ടിൽ പോയി ഓമീനെ വിളിച്ചോ, ഓമി അന്നേരം തിരിഞ്ഞ് നോക്കുമല്ലോ, അല്ലെങ്കിൽ അവരോട് മാറിയിരുന്നു എന്ന് അഹാന പറയാണ്. അപ്പോൾ ഈ അഹാനയ്ക്ക് എന്തുകൊണ്ടാ ബാക്കിയുള്ള ആൾക്കാരോട് ആരോടെങ്കിലും ഒരാളോട് അങ്ങോട്ട് മാറി നിൽക്കുക, അവിടെ പോയി ഓമയെ വിളിക്കുന്നു, ഈ അപ്പച്ചിയോട് മാത്രം എന്തിനാ പറഞ്ഞേ? അപ്പം അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, അപ്പച്ചി ആ ഫ്രെയിമിൽ വേണ്ട. അപ്പം ഇവർക്ക് അപ്പച്ചി ആ ഫ്രെയിമിൽ വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പച്ചിയെ മാത്രം അവിടെ എന്തിന് കെട്ടിയൊരുക്കി കൊണ്ടുവന്നു? കാരണം വേറെ ഒരു ഫാമിലി മെമ്പേഴ്സും ഇല്ല. കാരണം ഇവർ വേറെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ വിളിച്ചിട്ടില്ല. ബിക്കോസ് അശ്വിൻ്റെ ഫാമിലി ഇവിടെ ഇല്ല. ബാക്കിയുള്ള എല്ലാവരും വിളിക്കുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് മീൻസ് ഇവർക്ക് കുറേ ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടല്ലോ, അവരെ വിളിക്കുമ്പം ഒബ്വിയസ്ലി ആ ഒരു ക്വസ്റ്റ്യൻ വരും, എന്തുകൊണ്ട് അശ്വിൻ്റെ ഫാമിലി ഇല്ലയെന്ന്. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെലിബ്രേഷൻ നടത്തിയത്. കാരണം ദിയാകൃഷ്ണയ്ക്ക് മനസ്സിൽ നല്ല ആഗ്രഹമുണ്ട് കൊച്ചിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. പക്ഷേ പുള്ളിക്കാരത്തേക്ക് അശ്വിൻ്റെ ഫാമിലിയെ കൂട്ടാൻ ഒരു താല്പര്യവും ഇല്ല. അപ്പം ഈ രീതിയിൽ അതങ്ങനെ ഒഴിവാക്കി തീർത്തു, ആരെയും വിളിച്ചിട്ടില്ല. ദിയയുടെ ഒരു ആറ്റിറ്റ്യൂഡും ദിയയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ദിയ ഒരിക്കലും ഇവരൊക്കെ പൈസ കൊടുക്കുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഇത് വെച്ചിട്ടാണ് ഓരോരുത്തരെ വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു പൈസ കൊടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് അവരുടെ ആത്മാഭിമാനവും അവരുടെ ഇതൊന്നും ഒരിക്കലും ആർക്കും വിലയ്ക്ക് വാങ്ങാനൊന്നും പറ്റത്തില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ദിയാകൃഷ്ണയും ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻലോസുമായിട്ട് നല്ല പ്രശ്നങ്ങളുണ്ട്. അത് ദിയാകൃഷ്ണ ഓൾറെഡി അത് മെസ്സേജായിട്ടും അല്ലെങ്കിൽ പോസ്റ്റ് വഴിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്, എന്തോ പ്രശ്നമുണ്ടെന്ന്. പുള്ളിക്കാരത്തേക്ക് എന്തായാലും അവരെ വിളിച്ച് കൂട്ടി ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ അവർ ഈ ഒരു ഇവരുടെ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി എന്നുള്ള രീതിക്ക് ഒരു പാർട്ടിയും നടത്തി അതിനകത്തുനിന്ന് നൈസായിട്ട് അഹാനയും സിന്ധുവും കൂടെ അപ്പച്ചിയെ അടിച്ച് പുറത്താക്കുകയും ചെയ്തു. വീഡിയോ കണ്ടത് വെച്ചിട്ടാണെങ്കിൽ അവിടെ അശ്വിന് പോലും പ്രത്യേകിച്ച് യാതൊരു സ്ഥാനവും ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം അശ്വിൻ അച്ഛനാണ് ആ കൊച്ചിൻ്റെ. ഈ ബാക്കിയുള്ളവരുടെ ഒരു പെരുമാറ്റ രീതി വെച്ചിട്ട് ദിയാകൃഷ്ണ സ്വന്തമായിട്ട് ആരുടെയും ഹെൽപ്പില്ലാണ്ട് പ്രസവിച്ച ഒരു കൊച്ചിനെ പോലെയാണ് അവരവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അശ്വിൻ എന്തോ ഒരു വഴിപോക്കനെ പോലെ അവിടെ ഇങ്ങനെ ആങ്ങി തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് അശ്വിനെ തന്നെ പറഞ്ഞാൽ മതി. അശ്വിൻ ദിയയുടെ സ്കിന്നും അല്ലെങ്കിൽ ദിയയുടെ വലിച്ചൊലി വെളുപ്പും അല്ലെങ്കിൽ ഒരു ഒരു ക്യാരക്ടർ ഹീറോയിനെ പോലെയൊക്കെ തോന്നുന്നു എന്നുള്ളൊരു റീസൺ പറഞ്ഞിട്ടാണ് അശ്വിൻ ദിയനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ആ ഒരു രീതി വെച്ചിട്ട് ഒരാളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ അത് എത്രത്തോളം ദോഷം ചെയ്യും. ഒരാളുടെ ക്യാരക്ടർ നോക്കാതെ ഒരാളെ സ്നേഹിക്കാൻ പോയി കഴിഞ്ഞാൽ മേ ബി ദിയയ്ക്ക് ഇപ്പോൾ കുറച്ച് പൈസ ഉണ്ടായിരിക്കും, അശ്വിൻ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ ദിയയ്ക്ക് കൊണ്ടുപോകാൻ പല സ്ഥലങ്ങളിൽ പല കൺട്രീസ് വിസിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട് ഒരു ഫാമിലിയിൽ കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോടും അമ്മയോടും നമ്മൾ കല്യാണം കഴിക്കുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു സ്നേഹമുണ്ട്. ഇതൊന്നും അവിടെ വർക്കൗട്ട് ആവത്തില്ല. കാരണം അവരുടെ ഫാമിലിയിൽ ആ 4 പിള്ളേരെയും ഇവർ റേസ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ആ ഇളയ കൊച്ചിന് എനിക്ക് തോന്നുന്നു പിന്നെയും കുറച്ചും കൂടെ ഒരു കൈൻഡ് ഹാർട്ടഡ് ആണെന്ന് തോന്നുന്നു. ബാക്കി എല്ലാ എണ്ണവും ഇപ്പോൾ എല്ലാവരും പറയും ദിയ നല്ലതാണ്, ദിയ അങ്ങനെയാണ്. ഒരിക്കലുമല്ല. കൂട്ടത്തിൽ ഏറ്റവും അഹങ്കാരവും ഞാൻ എന്ന ഭാവവും ഒക്കെ ഉള്ളതൊരു വ്യക്തി, ഞാൻ പൈസ എനിക്ക് ഇത്ര ഉണ്ട്, ഞാൻ അങ്ങനെ ചിലവാക്കുന്നുണ്ട്, ഞാൻ ഇത്ര കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ എല്ലാവരെയും കാണിക്കണം പൈസ. അത് പണ്ടോട്ടേ പൈസ കണ്ട് വളരാതെ പെട്ടെന്ന് പൈസ കണ്ടു വന്നത് കൊണ്ടുള്ള ഒരു ഇതാണോ എന്തോന്ന് അറിയത്തില്ല. എപ്പോഴും ഒരു ഫാമിലി ഇങ്ങനെയാണോ അങ്ങനെയാണെന്നൊക്കെ ഒരു അഹങ്കാരം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ദിയാണ്. ഇപ്പം ഏകദേശം കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങി കാണുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അശ്വിൻ കാണിച്ചത് മണ്ടത്തരാണ്. ഇപ്പോൾ അശ്വിൻ അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇപ്പം അശ്വിന് മനസ്സിലായി കാണും
ഇങ്ങനെ ഒരു കുടുംബത്തിലോട്ട് വന്ന് കയറണ്ടായിരുന്നെന്ന്. പക്ഷേ അറ്റ്ലീസ്റ്റ് ആ കൃഷ്ണകുമാറിനെങ്കിലും വാ തുറന്ന് പറയാം. അയാൾക്ക് അവിടെ ഒരു വാല്യൂ ഇല്ലെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. കാരണം സിന്ധുവും മക്കളും എന്താണോ പറയുന്നത് അതാണ് അവിടെ വാല്യൂ. പണ്ടെപ്പോഴോ പുള്ളി ഇങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നു. പക്ഷേ സിന്ധുവിൻ്റെ കയ്യിലോട്ട് സിന്ധു ആണല്ലോ കൂടുതലും വളർത്തിയത്. അപ്പം പുള്ളിക്കാരത്തിയുടെ രീതി തന്നെയാണ് ഈ 4 പേരെയും വളർത്തി വെച്ചിരിക്കുന്നത്. ആ ഒരു വളർത്തൽ രീതി അനുസരിച്ചിട്ടാണെങ്കിൽ ഇൻലോസിനെയോ മൂത്തവരെയോ ബഹുമാനിക്കാനോ അല്ലെങ്കിൽ അവരെ വില കൽപ്പിക്കാനോ അങ്ങനത്തെ ഉള്ള രീതികളൊന്നും ഈ 4 പിള്ളേരിലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. എന്തായാലും അപ്പച്ചിയോട് കാണിച്ച ആ ഒരു നെഗ്ലക്റ്റ് അത് കുറച്ചൊരു വൈറലായതോടുകൂടി ദിയ ആ ഒരു പോർഷനൊക്കെ യൂട്യൂബിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പുതുതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോസ് ഒന്നും യൂട്യൂബിൽ ഇപ്പം ദിയയുടെ ഒരു കറണ്ട് വീഡിയോയ്ക്കകത്ത് അവൈലബിൾ അല്ല ഈ പോർഷൻസ്. അപ്പം ഒരുപാട് ബാഡ് കമൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഡിലീറ്റ് ചെയ്തു. ശരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളൊരു റൈറ്റ് ഉണ്ട്. അവരത് ഇടുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. അവരത് നമ്മളെ കാണിക്കാൻ വേണ്ടിയല്ല ഇടുന്നത്. അപ്പം നമുക്കത് അതിനെക്കുറിച്ച് വിമർശിക്കാനും അത് ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ നമ്മളാരെയും അവരെ പോയി തെറിയൊന്നും പറയുന്നില്ല. കാരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്ക് തോന്നിയത് എന്താണെന്നുള്ളത് ചോദിക്കാനും അല്ലെങ്കിൽ ഇത് പറയാനും വിമർശിക്കാനും ഉള്ള ഒരു അവകാശം റൈറ്റ് നമുക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ ഇതിനെക്കുറിച്ച് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക.